പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അനൂപ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ വൈഫും ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. കൃപാസനത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് തന്നെ പല സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്കത് മുന്നിൽ കൊണ്ടുതന്നു. തൽഫലമായിട്ട് 2023 ജനുവരി മാസമാണ് ഓൺലൈൻ ധ്യാനം കൂടുന്നത്. ഓൺലൈൻ ധ്യാനം കൂടാൻ പ്രത്യേകമായിട്ട് വെച്ചിരുന്നത് 12 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വീടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന് ഞാനൊരു ലോണിന് ഗ്യാരണ്ടി നിന്ന പ്രകാരം അത്യാവശ്യമായ സാലറി ഉണ്ടായിട്ടും എനിക്ക് ഒരു സിബിൽ സ്കോർ കുറവായിരുന്നതിനാൽ ലോണൊന്നും ലഭിക്കുന്നുണ്ടായില്ല. ഒരുപാട് ബാങ്കുകളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിലും എല്ലാവരും റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2021 മാർച്ച് മാസം ഞാൻ 21 ദിവസത്തെ അവധിക്കാണ് നാട്ടിലെത്തുന്നത്. അന്ന് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിൽ വന്നിട്ട് പത്തനംതിട്ടയ്ക്ക് ഇതുവഴിയാണ് പോയിരുന്നത്. അമ്മയെ ജസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ ലോണിന് അപേക്ഷിക്കാൻ പോവുകയാണ്. ഈ ലോൺ കിട്ടി എനിക്ക് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നാണ് ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയത്. ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്ന ഞാൻ അമ്മയെ മുറുകെ പിടിച്ച് എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ രാവിലെ തുടങ്ങുന്നത് അമ്മയുടെ പ്രാർത്ഥന, വൈകുന്നേരം അവസാനിക്കുന്നതിലും അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ വന്ന് 21 ദിവസത്തിനുള്ളിൽ എനിക്ക് കാനറ ബാങ്കിൽ ലോൺ അപ്രൂവായി. സിവിൽ സ്കോർ കുറവായിരുന്നിട്ടും അവിടുത്തെ മാനേജറെ നേരിൽ കണ്ട് അദ്ദേഹമാണ് എനിക്ക് ലോണിനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി തന്നത്. അമ്മയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ, നേരിട്ട് ചെന്ന് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറെ ബന്ധപ്പെടാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോഴും എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അഡ്വക്കേറ്റാണ് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസർ. അദ്ദേഹവും എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്നു. അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. 21 ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും ഗവൺമെൻറ്റിനാണെങ്കിലും ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഞാൻ ഖത്തറിലേക്ക് മടങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ബാങ്കിലേക്ക് നേരിട്ട് വിളിച്ചുകൊണ്ട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ബാങ്കിലും എനിക്ക് അമ്മ ഒരാളെ ഒരുക്കി തന്നു. കൃത്യം പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായിട്ടുള്ള മെസ്സേജാണ് വരുന്നത്. ഇന്ന് വരെ ഞാനും എൻ്റെ വൈഫും ആഗ്രഹിച്ചിരുന്നത് ചെറിയൊരു വീട്, ഒരു ഒറ്റമുറിയാണെങ്കിൽ ഒറ്റമുറി വീടാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് അമ്മ 1600 സ്ക്വയർ ഫീറ്റുള്ള 2 നില അവിടെ തന്നു. ഇവിടെ നിന്ന് നേരിട്ട് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും ഇവിടുന്ന് അമ്മയുടെ രൂപം വാങ്ങിയിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ കയറുമ്പോൾ അമ്മയുടെ രൂപം കൊണ്ടാണ് ആ വീട്ടിൽ കയറുന്നത്. ഉടമ്പടിയിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നാലും 2024 ജനുവരി മാസം ഞാൻ നേരിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതും 2 ദിവസം എമർജൻസി ലീവിനാണ് ഞാൻ വന്നത്. ഉടമ്പടി എടുത്തു. അന്ന് എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റ് ഡിലേ ആവുന്ന ഫ്ലൈറ്റ് 1 മണിക്കൂർ നേരത്തെയാണ് ലാൻഡ് ചെയ്തത്. കൃത്യം ഞാൻ 7 മണിക്ക് ഇവിടെ പള്ളിയിലെത്തുകയും ആദ്യത്തെ ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ഉടമ്പടി എടുക്കാനെ കൊണ്ട് സാധിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 2 വീട്ടുകാരും ഞങ്ങൾക്കെതിരായിരുന്നു 15 വർഷമായിട്ട്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു 2 വീട്ടുകാരെയും ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പക്ഷേ നടന്നിരുന്നില്ല. തീർത്ഥാടന ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ അവർ ഞങ്ങളെ തിരിച്ചു വിളിക്കുകയും ഇപ്പോൾ 2 കുടുംബങ്ങളും സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും എനിക്ക് കയ്യിൽ ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് വരുമായിരുന്നു. ഉടമ്പടി തൈലമെടുത്ത് പ്രാർത്ഥിച്ച് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് 3 വർഷമായിട്ട് എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ലഭിച്ചിരുന്നില്ല. ഞാൻ ഉടമ്പടി നേർച്ച ദിവസമായ ഉപ്പ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവയ്ക്കുകയും തൽഫലമായിട്ട് ഉടമ്പടി എടുത്ത് അതും കൃത്യം 90 ദിവസത്തിനുള്ളിൽ എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ വൈഫിന് ഇതുപോലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രോജക്റ്റ് നഷ്ടമായ കാരണം കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സ്ഥിതിയിലെത്തി. 2 മാസത്തെ ശമ്പളം കുടിശ്ശിക വരികയും ഞങ്ങളതെല്ലാം നിയോഗത്തിൽ വെക്കുകയും ചെയ്തിരുന്നു. അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇത് ഞങ്ങളുടെ നിയോഗത്തിലുണ്ടായിരുന്നു. അമ്മ അത് ഇടപെട്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് വിളിച്ച് പെൻഡിങ് ആയിട്ടുള്ള സാലറി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടെ തന്നെ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകന് കഴിഞ്ഞ ഡിസംബറിൽ ജോലി നഷ്ടമായി. അദ്ദേഹത്തിന് 53 വയസ്സായിരുന്നു. ഇനിയും ജോലി കിട്ടത്തില്ല എന്ന് ഉള്ള ഒരു വിഷമത്തിലായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് കൃപാസനത്തെക്കുറിച്ച് അറിയാം. ക്രിസ്ത്യാനി ആയിരുന്നിട്ടും അദ്ദേഹത്തിന് അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും സാക്ഷ്യങ്ങളെല്ലാം പുള്ളിയെടുത്ത് പറഞ്ഞു. അദ്ദേഹം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂട്ടിയിരുന്നു.
ഇപ്പോൾ അദ്ദേഹം സൗദിയിൽ എൻ്റെ സെയിം കമ്പനിയുടെ ബ്രാഞ്ചിൽ ജോലി ചെയ്തു വരുന്നു. അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ 31 ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച്. ഈ തുലാമാസത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം എന്നും നല്ല മഴയായിരിക്കും. ഈ പാലുകാച്ചിന് 2-3 ദിവസം തൊട്ടേ മഴയെല്ലാം നിന്നു. പക്ഷേ പാലുകാച്ചിൻ്റെ അന്ന് കൃത്യം പറഞ്ഞാൽ ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേന് നല്ലതായിട്ട് മാന ഉരുണ്ട് മഴ പൊഴിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫ് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തിനോട്, മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി മഴ ഉണ്ടാകില്ലെന്നും കാലാവസ്ഥ അനുകൂലമാവണമെന്നും. പക്ഷേ സ്വിച്ചിട്ട പോലെ മഴയെല്ലാം നിന്നു. അതും ഞങ്ങളിവിടെ സാക്ഷ്യമായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. എല്ലാത്തിനും ഞങ്ങൾ കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദിയായിട്ട് അറിയിക്കുന്നു. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്തിരുന്നത് ഖത്തറിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പുറത്ത് കൊടുക്കാൻ കൊണ്ട് പറ്റത്തില്ല, റെസ്ട്രിക്ഷൻ കാരണം. അതുകൊണ്ട് അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്കാണ് ഞങ്ങൾ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ ശനിയാഴ്ചകളിലും ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു അംശം ഞങ്ങൾ വെച്ചിട്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ആശ്രയ ഭവന്, ഗാന്ധി ഭവൻ അങ്ങനെയുള്ള അമ്മമാരെ അച്ഛന്മാരെ നോക്കുന്ന സ്ഥാപനങ്ങളിലും കുട്ടികളെ നോക്കുന്നിടത്തും ഞങ്ങൾ ഭക്ഷണങ്ങൾ നൽകുവാനെ കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് തുറന്നുകൊണ്ട് തന്നെ പോകും. അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി.